ഋഷി ഇനിയും ഈ ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ സാധ്യതയുണ്ടോ? മോഹൻലാൽ ശങ്കർ സാറിന്റെ ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നല്ലോ. മൂന്നാമത്തെ ഷോട്ടിൽ എന്റെ വൈക്ക് ഇടി കിട്ടി. 1.5 മണിക്കൂർ ഞാൻ അബോധാവസ്ഥയിൽ കിടന്നു. അതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ജയസൂര്യ വരെ ഇടപെട്ട് ഒരു നല്ലൊരു വിവാദമൊക്കെ ഉണ്ടായതാണ്. ഇത്രയും മുകളിൽ നിന്നൊരു നായക നടൻ പക്ഷെ ഇക്കാലത്ത് പൊതുവെ കുറവാണ്. മുടിയന് ഒരുപാട് നെഗറ്റീവ്സ് ബിഗ് ബോസിലൂടെ വന്നിട്ടുണ്ട്. ആണോ? ഒരു കൃഷി വകുപ്പ് മന്ത്രിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും നമുക്ക് ഇക്കാലത്തും കൃഷി? ഞാൻ എന്ത് പറയാനാ, ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യും. പക്ഷെ നമ്മളൊക്കെ എത്ര ട്രെയിൻ യാത്ര ചെയ്തത് ഒരാള് ഉള്ളത് ഫുള്ള് ബംഗാളികളായിരിക്കും. ചാറ്റ് വിത്ത് ആമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് എഴുത്തോല സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ സ്വന്തം ഹേമന്ത് മേനോനും അതുപോലെ ശങ്കർ സാറും കൃഷ്ണപ്രസാദ് ചേട്ടനുമാണ്. 3 പേർക്കും സ്വാഗതം. എന്നാക്കുണ്ട് വിശേഷങ്ങള്? അടിപൊളി, സുഖമായിട്ട് പോകുന്നു. സിനിമയെ കുറിച്ച് സംസാരിക്കാം. സിനിമയുടെ സംവിധാനം അതുപോലെ നിങ്ങളുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് പറയാം? ചേട്ടനിൽ തുടങ്ങാം. കൃഷ്ണപ്രസാദ്. എഴുത്തോല എന്നാണ് സിനിമയുടെ പേര്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നമുക്ക് ഇന്നിപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടായിരുന്നു നമുക്ക് മലയാളത്തിൽ. ആ വിദ്യാഭ്യാസത്തെ ഇന്നത്തെ തലമുറയ്ക്ക് കാണാനുള്ള എനിക്ക് തോന്നുന്നത് അവസാനമായ ഒരു ചാൻസ് ആയിരിക്കും ചേട്ടാ ഈ പടം. കാരണം എഴുത്തോല, പഴയ എഴുത്താണിയും എഴുത്തോലയും ഒക്കെ ആയിട്ട് ആശാനും പള്ളിക്കൂടവും ഒക്കെ ശരിക്കും ഇപ്പോഴുള്ള ന്യൂ ജനറേഷന് അല്ല അറിയാൻ പറ്റില്ല. ഒരു 10-20 വർഷമായിട്ട് അതൊന്നും ഇല്ലിപ്പോൾ. അപ്പം അങ്ങനെയുള്ള ഒരു അവർക്ക് മനസ്സിലാകുമല്ലോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതെ അതെ, ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ അത് അനുഭവിച്ചവരുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആശാനും ആശാനായിട്ടാണ് കൃഷ്ണപ്രസാദ് അഭിനയിക്കുന്നത്, ആശാദിയായിട്ട് നിഷ സാർ. അപ്പോൾ അവരുടെ ഒരു ലൈഫ് കാലഘട്ടത്തിൽ കുറേ കുട്ടികൾ അവരും ഇവരൊക്കെ ആയിട്ട് അവരുടെ ഒരു ലൈഫ്. പക്ഷെ പിൽക്കാലത്ത് സ്കൂളുകൾ കയറി ഇതൊരു കച്ചവടമായി സ്കൂൾ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഇവരെ ബാധിച്ചു. ഇന്ന് അവരുടെ ജീവിതം ജീവിക്കുന്നു എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഈ എഴുത്തോല സിനിമ. ശരിക്കും ഇപ്പോഴത്തുള്ള ജനറേഷൻ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഇങ്ങനെയും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളതായിരുന്നു അല്ലേ? നിങ്ങളും ഇതുപോലെ എഴുത്തോലയിൽ എഴുതി പഠിച്ചിട്ടുണ്ട്? ചേട്ടനുണ്ട്, ഞാനും ഉണ്ട് കേട്ടോ. ഹേമന്താരും ഇതിലേക്ക് വന്നിട്ട് അതെ, ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതിൽ നിന്നും ഇപ്പോ പെയിനിങ് പെൻസിലിലോട്ടൊക്കെ മാറിയപ്പോൾ ഒരു മാറ്റം ഈ സിനിമയിൽ അത് ശരിക്കും കാണിച്ചിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ അറിയാം എങ്ങനെ ഇതെല്ലാം ഇതിലേക്ക് എങ്ങനെയാണ് സ്കൂളുകൾ വന്ന് ഡോമിനേറ്റ് ചെയ്തത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും അത് അവരുടെ ഒരു ആധിപത്യം. അന്ന് മലയാളം എന്ന് പറയുന്ന ലാംഗ്വേജ് മാത്രമായിരുന്നു അല്ലേ? അത് മലയാളം കേരളത്തിലാണല്ലോ ഈ നമ്മുടെ ഈ എഴുത്തോലയും ഇതൊക്കെ ഇതിൽ എഴുതുന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അതാണ്. അത് മെയിൻലി കൃഷ്ണപ്രസാദ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പുള്ളി ഇല്ലാതെയാവുന്നതും പിന്നെ നിഷാ സാരംഗാണ് അതിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഒരു അനുഭവം എങ്ങനെയാണ് അത് എഴുതുമ്പോൾ? കുട്ടികളായിരിക്കുമ്പോൾ അന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മുടെ അവിടെ കൊണ്ടുപോയി അവര് ആശാത്തിനടുത്ത് അല്ലെങ്കിൽ ആദ്യാക്ഷരം എഴുതുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെയുള്ള അവർ തന്നെ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെയായിരുന്നു അവരുടെ ജീവിതമാണ്. ആദ്യം മണ്ണിലായിരുന്നല്ലോ, അരിയിലാണ് ആദ്യാക്ഷരം. അല്ല, അത് ആദ്യത്തെ ഒരു ഇത്. പിന്നെ അത് ഓലയിലേക്ക് ആകുന്നു. ഈ ഓലയിൽ എഴുതുമ്പോൾ, ആ നാരയം വെച്ച് എഴുതുമ്പോൾ നമ്മുടെ കയ്യിലെ വിരലുകൾക്ക് പോലും ആ ഒരു ആംഗിളിലേക്ക് എത്തുകയാണ്. അപ്പം അതൊക്കെ അന്നത്തെ ഒരു രീതി അനുസരിച്ച് വലിയൊരു കാര്യങ്ങളായിരുന്നു. പക്ഷേ അതൊക്കെ ഇന്നും നമുക്ക് അന്യമായി. ആ അന്യമായതിനെ നമുക്കൊന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരമാണ് ഈ സിനിമയിലൂടെ അത് കാണിക്കുന്നത്. ഹേമന്തിന് എങ്ങനെയാ അതുപോലെ എഴുതാനുള്ള എന്തെങ്കിലും ആഗ്രഹം അത് കണ്ടതിന് ശേഷം തോന്നിയിരുന്നോ? എന്റെ ക്യാരക്ടർ ആക്ച്വലി ഇങ്ങനെ എഴുതി പഠിച്ച് വളർന്ന ഒരാളാണ്. അദ്ദേഹം അബ്രോഡ് പോയി സക്സസ്ഫുൾ ആയ ഒരാളാണ്. നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈ ആശുപത്രി സംഭവം അറിയുന്നത്. എന്റെ ക്യാരക്ടർ എന്റെ മകളെയും അങ്ങനെ തുടങ്ങണം, അവളുടെ അങ്ങനെ വേണം ആഗ്രഹിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരാളാണ്. കാരണം ഇതിനകത്ത് പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇന്റിമസി ഭയങ്കര വലുതാണ്. ഇപ്പൊ അസൈത്ത് പറയുന്ന ആളായിട്ടുള്ള പോലെ ആശാനായിട്ടുള്ള ഇന്റിമസി വളരെ സ്ട്രോങ് കുട്ടികൾക്കുള്ള. നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഉള്ള എഫക്റ്റ് ആണ്. ഇതൊരു വളരെ ചെറിയ ഗ്രൂപ്പായിരുന്നു പഠിപ്പിക്കുമ്പോൾ ഒരു അമ്മ അച്ഛൻ അങ്ങനത്തെ ഒരു ഭയങ്കര ഇന്റിമേറ്റ് പോകുന്ന ഒരു ഗ്രോത്ത് ആണ് കുട്ടികൾക്ക് വരുന്നത്. അപ്പൊ അത് ഒരാളെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, നല്ല ബെറ്റർ പേഴ്സണെ വളരെ സഹായിക്കുന്നു.
അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ പോലെ അഫക്ട് ചെയ്ത ക്യാരക്ടറാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ മകളും അങ്ങനെ വേണം എന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ തിരിച്ചറിയുന്നത് ആശാത്തിപ്പില്ല അല്ലെങ്കിൽ ആശാനിപ്പില്ല, അതൊരുപാട് പ്രശ്നങ്ങൾ ഫേസ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ ഓർക്കാൻ സഹായിക്കാം, എങ്ങനെ അത് തിരിച്ചു കൊണ്ടുവരുന്നത് ആ ഒരു സിസ്റ്റം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ, അപ്പം അതിനെന്ത് ചെയ്യാൻ പറ്റും എന്ന് മുൻകൈ എടുത്ത് ഹേമന്താണ് അതിന് മുൻകൈ എടുക്കുന്നത്. അതിന് അദ്ദേഹത്തിൻ്റെ വൈഫ് ക്യാരക്ടർ, പിന്നെ ആ നാട്ടുകാരെല്ലാവരും ചേർന്ന് ആശാത്തിയായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും കൂടി ചേർന്ന് അവിടെ ഒരു സ്കൂള്, ഇതിന് വേണ്ടിയിട്ട് ഒരു സ്കൂൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒരു ഐഡിയയിലാണ് അവർ പിന്നെ ബാക്കി കാര്യങ്ങൾ. ശരിക്കും ഈ സിനിമ വന്നതിന് ശേഷം വീണ്ടും ഇങ്ങനൊരു എന്താ ഒരു കണ്ടന്റ് പുറത്ത് വരുമോ? ലൈക്ക് വീണ്ടും നമുക്ക് താലിയുലയിൽ എഴുതാം എന്നൊരു അറിയില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശരിക്കും ന്യൂജന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത്. നമ്മളൊന്നും ഇത് കണ്ടിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും ഇത് ആക്ച്വലി ഈ സിനിമ സംഭവിക്കുന്നത്, ഞാൻ UK ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങൾ വേറൊരു ഫിലിമാണ് പ്ലാൻ ചെയ്തത്, കുറച്ചുകൂടി വലിയ രീതിയിൽ. അപ്പം അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഡയറക്ടർ സുരേഷ് ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം എൻ്റെ അടുത്ത് ഈ കഥ പറയുന്നത്. ഞാനും വേറെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉള്ള ഈ കഥ പറഞ്ഞു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് ഞാൻ അങ്ങനത്തെ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളാണ്. പഴയകാല സിനിമകളെ, പഴയ കാലം എന്നല്ല, നമുക്ക് ഇങ്ങനത്തെ സിനിമകൾക്ക് ഒരു സ്കോപ്പ് ഉണ്ട്. അതെ അതെ. അപ്പോൾ നമ്മൾ പല സിനിമകൾ എടുത്താലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ സിനിമ ശരി ഓക്കെ നമുക്ക് എടുക്കാം, കുറേ അവാർഡുകൾ ഇതിനൊക്കെ അയക്കാം, അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഇത് ഇൻ്റർനാഷണലി കുറേ അവാർഡുകളൊക്കെ ഇതിന് കിട്ടി. പക്ഷേ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല. അത് പോട്ടെ, അത് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ഞങ്ങളിത് റിലീസ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു വല്ലാത്ത സംശയത്തിലിരിക്കുന്ന സമയത്ത് ഈ സിനിമ കണ്ടപ്പോൾ ഇത് റിലീസ് ചെയ്യണം തീരുമാനിച്ചു. ബിക്കോസ് ഇത് തുടങ്ങി അവസാനം വരയ്ക്കും വളരെ എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു സിനിമയാണ്. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് നിഷ സാരംഗിൻ്റെയൊക്കെ ആക്ടിങ്, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് പെർഫോം ആക്ടിങ് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വിചാരിച്ചു സിനിമ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല, പക്ഷേ ഇത് റിലീസ് ചെയ്യണം, നല്ലൊരു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണെങ്കിൽ അത് കാണുന്ന ഒരു ഓഡിയൻസ് ഇന്ന് കേരളത്തിലുണ്ട്, അല്ല എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇപ്പോൾ റിലീസ് ചെയ്യാൻ സ്ലോ പേസേ അല്ല, എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാണാൻ. ശരിക്കും ഇത്രയും ഇന്റർനാഷണൽ അവാർഡ്സ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ടും നമ്മുടെ തിയേറ്ററിലേക്ക് ഇതുപോലുള്ള ഫിലിംസ് വരാൻ കാണികൾ കുറവാണ്. ചിലപ്പോൾ അതിനെന്തായിരിക്കും കാരണം? അല്ല ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞ ഈ കാണികൾ കുറവാണെന്ന്. ഒരു സിനിമയ്ക്ക് അത് ഇറങ്ങുന്ന രീതി, അതിൻ്റെ പ്രൊമോഷൻസ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഞാൻ അഭിനയിച്ച എൻ്റെ ആദ്യത്തെ സിനിമയിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പടം 365 ദിവസവും 400 ദിവസം ഓടിയ സിനിമ. അതിൻ്റെ ഒക്കെ ഒരു ഇത് വേറെ തന്നെയല്ല. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ അടുത്ത് വന്നത്. അപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ ഇപ്പം ഈ അടുത്ത കാലത്ത് വലിയൊരു ചേഞ്ച് മലയാള സിനിമയിൽ കാണുന്നുണ്ട്. ചെറിയ സിനിമകൾ പോകണം. അതിൻ്റെ കാരണം അതിൻ്റെ പ്രൊമോഷനായിരിക്കാം, ആളുകൾക്ക് അത്. പക്ഷെ ഇത് ചിലപ്പോൾ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന സിനിമ ആയിരിക്കില്ല. പക്ഷെ എന്നാലും ഇതുപോലെ ഇത്തരം സിനിമകൾ കാണുന്ന ഒരു ഓഡിയൻസ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വിശ്വാസം. ഈ പറഞ്ഞ പോലെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ പഴയകാല സിനിമകളിൽ നിന്ന് ഈ പുതിയ കാല സിനിമകളുടെ ഒരു വ്യത്യാസം എന്താ, ഇങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? എനിക്ക് തോന്നുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ആ കാലഘട്ടത്തിൽ അത് ഇന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അന്ന് ആ സ്റ്റോറി വളരെ ഫ്രഷായിരുന്നു, അതിൻ്റെ മേക്കിംഗ് വളരെ ഫ്രഷായിരുന്നു. എൻ്റെ ഡയറക്ടർ ഫാസിലായിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ കമ്പനി നവോദയ പ്രൊഡക്ഷൻസ് വലിയ പ്രൊഡക്ഷനായിരുന്നു. എൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്ത അശോക് കുമാർ എന്ന് പറഞ്ഞാൽ വളരെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ലീഡിങ് ക്യാമറമാനായിരുന്നു. അപ്പോൾ ഇന്നും ആ സിനിമ ചെയ്യാൻ ശരിക്കും പുതിയ രീതി ഓഫ് കോഴ്സ് ഫെസിലിറ്റീസും ടെക്നിക്കലി ഒക്കെ സിനിമ മാറിയിട്ടുണ്ടെങ്കിലും പക്ഷെ അത് ഇന്നും എടുത്ത് നോക്കിയാൽ അത് ഫ്രഷാണ്. ശരിക്കും ഹേമന്ത് ആ പടം കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മഞ്ഞൾ കണ്ടിട്ടുണ്ട്. അല്ല നമ്മൾ അത്രയും കാലത്തുള്ള ഫിലിമൊന്നും ഇപ്പോഴുള്ള എന്തായാലും ആരും കണ്ടിട്ട്, ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല.
പക്ഷെ ഞാൻ സിനിമയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കാണാൻ ആഗ്രഹമുണ്ട്. ആ സിനിമയുടെ കണ്ടന്റ് നമ്മൾ ഇപ്പോഴും പല സ്ഥലങ്ങളും വരുന്ന കണ്ടന്റ്, ഒരു ട്രയാങ്കിൾ ഹോസ്റ്റലിൽ പോകുന്ന സാധനം, അതൊക്കെ വളരെ കോമൺ തീമാണ് ഇപ്പോഴും പോകുന്നത്. പക്ഷെ അതിന്റെ ഒരു ഫ്രഷ്നെസ് അഭിനയിച്ച ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും അന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആയിരുന്നു അന്ന് ഉപയോഗിച്ചത്. ഇന്നത്തെ ടെക്നോളജി ഉപയോഗിക്കാം. ആകെ 3 ഇമ്പോർട്ടൻറ്റ് മെയിൻ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ചെറിയ ആലമോടൻ ചേട്ടൻ വേഷത്തിൽ വരുന്നുണ്ട്, പിന്നെ പ്രതാപചന്ദ്രനുണ്ട്. അതല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് ഒന്നും ആ സിനിമയിലില്ല. ഒരു ഇത്രയും ആളുകളെ വെച്ചാണ് സിനിമ വിജയിപ്പിച്ചത്. അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഇതുപോലെയൊക്കെയുള്ള സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. എന്നും എപ്പോഴും കമേഴ്ഷ്യൽ സിനിമകൾ മാത്രം, പക്ഷെ ഇത് കമേഴ്ഷ്യൽ അല്ലാതെ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് വളരെ എൻഗേജിംഗ് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. എല്ലാ തരത്തിലുള്ള ജോണറിലും പോകുന്നുണ്ട്. ടച്ചിങ് ആണ് സിനിമ. എല്ലാ ജോണറും അല്ല, ഒരു ഫാമിലി ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ശങ്കർസാറിന്റെ കോംബോ, ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നല്ലോ ഒരു സിനിമയില്. അല്ല, ഞാൻ ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്സ് ഒക്കെ കാണുമല്ലോ, ഷോർട്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫൈറ്റ് സീൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി എൻ്റെ ആദ്യത്തെ ഫൈറ്റാണ് സിനിമയിൽ. ഞാൻ ആദ്യം അഭിനയിച്ച സിനിമയിൽ ഫൈറ്റ് സീനൊന്നുമില്ല. അപ്പോൾ ഇത് എൻ്റെ ആദ്യത്തെ ഫൈറ്റ്. പക്ഷെ സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ് സൗത്ത് ഇന്ത്യ. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു ഈ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള. ഒരു മാസ്റ്റർ വന്ന് ഞങ്ങളെ കുറച്ച് ട്രെയിനിങ് ഒക്കെ തരുമായിരുന്നു. ഇതിൽ ബോംബെന്നാണ് ഇതിൻ്റെ ഫൈറ്റേഴ്സ് വന്നത്. അവർ വന്നിട്ട് ഒരു സെറ്റ് ഇട്ടിട്ട് അതിനകത്ത് അമ്മയെ എന്നൊക്കെ വിളിച്ചിട്ട് ഒരു ഫൈറ്റാണ്. അതിൽ 3ാമത്തെ ഷോട്ടിൽ എൻ്റെ വയറ്റിൽ ഒരു ഇടി കിട്ടി. ഒറിജിനലായിട്ട് 1.5 മണിക്കൂർ ഞാൻ അബോധാവസ്ഥയിൽ കിടന്നു. കിട്ടിയേ അത് ഫൈറ്ററുടെ പേര് എൻ്റെ കുറ്റാണ്. എനിക്ക് ടൈമിംഗ് ഇല്ലല്ലോ, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഫൈറ്റാണ്. ആ ഒരു സംഭവം അതെനിക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷെ ആ ഫൈറ്റ് സിനിമയിൽ നന്നായിരുന്നു. അപ്പൊ എന്തായാലും സിനിമയിലെ നായിക നിഷ സാരംഗ് ചേച്ചി നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ചേച്ചി സ്വാഗതം. ശരിക്കും ചേച്ചി സിനിമയെ കുറിച്ച് ഉള്ള അഭിപ്രായം, എഴുത്തോല എന്ന സിനിമയിലെ ക്യാരക്ടർ, അതുപോലെ മേക്കിംഗ് പറഞ്ഞു. ഓൾറെഡി ഒരു പറഞ്ഞിട്ടുണ്ട്, എന്നാലും ചേച്ചിയുടെ വായി. എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും സപ്പോർട്ടും പ്രവർത്തനങ്ങളൊക്കെ വളരെ എളിമയോടുകൂടി പറഞ്ഞതേ ഉള്ളൂ. നന്നായി ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ A-Z സംഭവത്തിൽ അല്ലേ, ഓൾറെഡി ഒരു എക്സലന്റ് ആക്ട്രസ് ആണ്. അതെ, അതൊക്കെ നന്നായിട്ട്. അത് ഞങ്ങൾക്ക് രണ്ടുപേരുമാണ് അത് ചെയ്തത്. അപ്പം ഏജ് കുറഞ്ഞ് ഒരു ചെറിയ ഒരു യങ് സ്റ്റേജിലുള്ളത് കൊണ്ട് പ്രായമായ വേഷമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചെയ്യാൻ പറ്റി. എഴുത്താശാനായിട്ടും നമുക്കും ചെയ്യാൻ പറ്റി. ഇവിടെ ആശാട്ടിയാണ് ഇതിൻ്റെ മൊത്തം ലീഡ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളിവിടെ ശരിക്കും 15 മിനിറ്റ് ആയി തുടങ്ങിയിട്ട്. എവിടെ പോകുന്നു ഇത്ര നേരം ലേറ്റ് ആയി? അല്ല, ഞാൻ വരുന്ന വഴിക്ക് ഇന്ന് മൺഡേ ആയതുകൊണ്ട് നല്ല ബ്ലോക്ക് ഉണ്ട്. ഇപ്പോൾ കാക്കനാട് നിന്ന് ഇങ്ങോട്ട് അറിയാലോ, ഞാൻ ഇൻഫോ പാർക്കിൻ്റെ അടുത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് പുള്ളിക്കാരൻ എവിടെന്നാ പറഞ്ഞത്? ചങ്ങനാശ്ശേരി പറ്റൂ. എനിക്കറിയാം, സഹായം. അയ്യോ എൻ്റെ പൊന്നെ, ഇങ്ങനെ അമേരിക്കൻ ആണെങ്കിലും ഞാൻ കാർ ഓടിച്ച് പോകുന്ന പറഞ്ഞപ്പോൾ ഭയങ്കര ഓക്കെ, അതാണ് ഭയങ്കര ക്രെഡിറ്റ്. അതുകൊണ്ടല്ല, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എപ്പോഴും ജീവിക്കാനാണ്. അത് വേണമല്ലോ, സ്ത്രീ എന്ന നിലയിൽ. അതാണ്. ഇതും അങ്ങനെ തന്നെ അല്ലേ, ഏകദേശം. സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ബാഡ് ടൈം വരുമ്പോഴും ഓരോ സമയത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ താഴ്ത്തുന്നു എന്നുള്ളതാണ്. ക്യാരക്ടറിന്റെ നെയിം എന്താ ചേച്ചിയുടെ? ക്യാരക്ടറിന്റെ നെയിം പേരെന്താ? പാർക്കുട്ടി ആശാത്തി. അത് ആശാത്തി എന്ന് വിളിക്കുന്നുണ്ട്. ആകെ പാർക്കുട്ടി എന്ന് പുള്ളി ആശാത്തി തന്നെ വിളിക്കുന്നത്. പുള്ളി ആശാത്തി തന്നെയാണ് വിളിക്കുന്നത്. നാട് മുഴുവൻ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ആശാത്തി ആശാത്തി. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ആ ഫൈറ്റ് സീന്റെ കാര്യം നമ്മൾ പകുതി വെച്ച് ബ്രേക്ക് ചെയ്തതാ. ഇടിയിട്ടി വൈറ്റില്ല. ഏത് ഫൈറ്റാ? 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് ഷൂട്ട് ചെയ്തോ?
ഫൈറ്റിൽ നല്ലൊരു ഇടിയാണ് കിട്ടിയത്. ഞാൻ സത്യം പറഞ്ഞ ടൈമിംഗ് തെറ്റാണ്. ഈ സിനിമയ്ക്ക് ഭയങ്കരമായി ഞാൻ ഇപ്പൊ അത് പറഞ്ഞതാണ്, ഈ സിനിമയ്ക്ക് വിളിച്ചപ്പോഴേ ഇങ്ങനെ ശങ്കരേട്ടനാണ് പ്രൊഡ്യൂസർ, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് സത്യം പറഞ്ഞ ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഭയങ്കര ആരാധിച്ചിരുന്ന അല്ലേ, ഇപ്പോഴും അത് തന്നെയാണ്, ഇല്ലാന്നല്ല. ഒരാളുടെ കയ്യിൽ നിന്ന് കൈനീട്ടമായിട്ട് കാശ് കിട്ടുക എന്ന് പറയുന്നത് ഒരു അതല്ലേ ഭാഗ്യവാനാണ്. സത്യം. ശങ്കരേട്ടൻ പ്രൊഡ്യൂസറും കൂടി ഉണ്ട് കേട്ടോ, സതീഷ് ഷേനോൻ. അദ്ദേഹം വന്നിട്ടില്ല, ഇപ്പൊ വരും. ശങ്കരേട്ടൻ ലൊക്കേഷനിൽ ഉണ്ടാവുമായിരുന്നു ചിലപ്പോൾ മിക്കവാറും അല്ലേ, മിക്ക ദിവസങ്ങളും ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ശങ്കരേട്ടൻ ഇരിക്കുമ്പോൾ ടെൻഷനാ, ദൈവമേ എങ്ങാനും ഒരു കൊള്ളില്ല അല്ലെങ്കിൽ പോരാ അങ്ങനെ എന്തെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ അഭിനയിക്ക് അല്ലെങ്കിൽ ഇത് കൊള്ളാം പ്രോത്സാഹനം? നിഷയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്നെ എപ്പോഴും വെച്ച് ഞാൻ ചെയ്താൽ ശരിയാവോ, ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരു ഡിഫറൻറ്റ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. വയസ്സായിട്ടൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നിഷ ചെയ്യൂ. പക്ഷെ നിഷ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിൻ്റെ അവിടെ ഇവിടെ ഇത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ, പക്ഷെ ശരിക്കും സിനിമ കണ്ടപ്പോഴാണ് അതിന്റെ output മനസ്സിലായത്. വളരെ മറ്റേ ആ ഒരു സീനില്ലേ അത് ലാസ്റ്റിൽ സ്കൂള് അല്ല എല്ലാം കഷ്ടപ്പെട്ട് അവരുടെ മൈൻഡ് ഇങ്ങനെ പിന്നെ എന്താ പറയുന്നത് ചെയ്യുന്നതൊന്നും അറിയാത്തൊരു സ്റ്റേജ് വരുന്നു. അതിനൊക്കെ ഭയങ്കര പെർഫോമൻസ്. ശരിക്കും ശങ്കർ സാർ എന്ന് പറയുന്നത് പഴയകാല നായക നടൻ, ലൈക്ക് അത്രയും മുകളിൽ നിന്നൊരു നായക നടൻ, പക്ഷെ ഇക്കാലത്ത് പൊതുവെ കുറവാണ്, കാണാറില്ല. അതിനൊരു ഇതെന്തായിരിക്കും? ഞാൻ ചെയ്തിട്ടുണ്ട് സിനിമകൾ, പക്ഷെ അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നില്ല. ലാസ്റ്റ് ഞാൻ ചെയ്ത ബ്രഹ്മം എന്ന് പറയുന്ന സിനിമ ഞാൻ ചെയ്തില്ല. പിന്നെ ഞാൻ ഈ ഫിലിം ഞാനൊരു ഫിലിം ഡയറക്റ്റ് ചെയ്തില്ല, ഇത് ഹേമന്തും അഭിനയിച്ചിട്ടില്ല. ഹേമന്തിന് എനിക്ക് തോന്നുന്നു വലിയ ഒരു ചേഞ്ച് ആയിരിക്കും ആ സിനിമ. ശരിക്കും യങ്സ്റ്റേഴ്സിലേക്ക് വരേണ്ട ഒരാളാണ്, വരും, ഉറപ്പായിട്ട് വരും. അതിനുള്ള കഴിവ് ഹേമന്തിനുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് കാര്യമാണ്. ഡയറക്ടർ വരുമ്പോഴേ നമുക്ക് ഈ പേടി ഭയങ്കര പടം മൊത്തം അഭിനയിച്ചത് അങ്ങനെ സാറിനോട്. സാറ് ഭയങ്കര കൂളാണ്, നല്ല ഫ്രണ്ട്ലി ഡയറക്ടറാണ് സാർ. നല്ല രസമാണ്. അപ്പൊ ലൊക്കേഷൻ ഭയങ്കര ഫണ്ണായിരിക്കും അല്ലേ? ആ ലൊക്കേഷൻ ഞങ്ങൾ UK-ലാണ് ഈ പടം ഞാനിപ്പോൾ ചെയ്ത പടം. ശങ്കരേട്ടൻ ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ, ആ ടെൻഷൻ എനിക്ക് മാറി വന്നത് ശരിക്കും ശങ്കരേട്ടൻ എന്നെ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കര നന്നായിട്ടോ എന്നൊക്കെ പറയുമ്പോഴേ അതൊരു ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക്. നമ്മളിപ്പോൾ ഇപ്പം നമ്മളൊരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് കുഴപ്പമില്ല, ഇനി ചെയ്യില്ല, അങ്ങനെ ഒരു ഫീൽ എനിക്ക് ശങ്കരേട്ടനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. പിന്നെ കൃഷ്ണനാണെങ്കിലും കൂടെ കൃഷ്ണൻ ഉണ്ടായിരുന്നു, ആദ്യം തുടക്കം തൊട്ടേ കൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പോൾ കൃഷ്ണൻ ഇതുപോലെ തന്നെയായിരുന്നു, താൻ നന്നായിടോ ചെയ്തെന്ന് പറഞ്ഞു. അതൊരു ഭയങ്കര കൃഷ്ണപ്രസാദ് എല്ലാത്തിലും ഇൻവോൾവ്. അതെ 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 സീൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും നമുക്ക് എങ്ങനെ അത് ഡിസ്കസ് ചെയ്ത് എങ്ങനെ നന്നായിട്ട് ചെയ്യാമെന്നൊക്കെ എല്ലാവരോടും ഇൻവോൾവ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അതുമാത്രമല്ല ജയകൃഷ്ണൻ അദ്ദേഹത്തിന് ഉക്രമേഷൻ ചെയ്തിട്ടുണ്ട് ഫാദറായിട്ട്. ഇത് ശരിക്കും ഈ ഫാദറും ഈ ആശാത്തിയും തമ്മിലൊരു ബോണ്ടിങ് ഭയങ്കരമാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഈ ഫാദർ എങ്ങനെ ഇവരെ ഹെൽപ്പ് ചെയ്യാം എന്ന് പുള്ളി അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. അത് വേറൊരു സബ്ജക്റ്റാണ് ഇതിനകത്ത്. പക്ഷെ നിങ്ങൾക്ക് ലൊക്കേഷനിൽ ഓർത്ത് വെച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഫൺ മൂമെന്റ് എന്തായിരിക്കും? ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീരിയസ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ലൊക്കേഷനാണ് കിട്ടിയത്. അത്രയും നല്ലൊരു ലൊക്കേഷൻ, ഈ ഒരു സബ്ജക്റ്റിന് പറ്റിയൊരു ലൊക്കേഷൻ. അവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിലെ ക്യാരക്ടേഴ്സായിട്ട് തന്നെ മാറുകയായിരുന്നു. ശരിക്കും ആ ഷൂട്ടിംഗ് തുടങ്ങി അത്രയും ദിവസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്തതിനേക്കാൾ നേരത്തെ തീർന്നു അല്ലേ ഷൂട്ട്. അപ്പോൾ ഞങ്ങൾ കാരണം ഇൻവോൾവ് ആണ്, വേറെ ഒരു ഇതിനും നമ്മൾ ഫണ്ടിനൊന്നും പോയിട്ടില്ല. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റായിട്ട് ഷൂട്ട് തീർന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ സംതൃപ്തിയോടുകൂടിയാണ് ക്യാരക്ടേഴ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ടാണ് ഈ പടത്തിൻ്റെ. അതെന്തായാലും സ്ക്രീനിൽ കാണാൻ കഴിയും. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ 100-120 കുട്ടികളെ അഭിനയിച്ചു. സ്കൂൾസ് എനിക്ക് അവിടെ ചെന്നാലും കുറെ കുട്ടികളെ ഓൾറെഡി ഒരു 5 മക്കളുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആൾക്കാരൊക്കെ എല്ലാവരും ലൊക്കേഷനിൽ നിന്നും ഉണ്ടായിരുന്നു. പ്ലസ് കൂടുതലും കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് മ്യൂസിക്കാണ് സിനിമയുടെ.
മോഹൻ സിത്താരയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും ഇതിലൊരു പാട്ടുണ്ട്. അതിൽ രണ്ടുപേര് പാടാൻ പറ്റുമോ? അതിൽ ഞാൻ അത് അങ്ങനത്തെ ഒരു പാട്ടാ. അല്ല, ശരിക്കും മലയാള അക്ഷരങ്ങൾ, മലയാള എല്ലാ അക്ഷരങ്ങളും ചേർത്തൊരു പാട്ട്. അത് വെച്ചിട്ടൊരു പാട്ടാണ്. അത് വെച്ചൊരു പാട്ട് നമ്മള് അസാധ്യമായിരിക്കും. ഒരു രക്ഷയില്ല ആ പാട്ട്. ഞങ്ങൾക്കൊന്നും പാടാൻ പറ്റുന്നില്ല. പറ്റില്ല. വെറുതെ അത് ഞങ്ങളായിട്ട് ആ എനിക്ക് അല്ലെങ്കിലും പറ്റില്ല ഒരു പാട്ട്. അല്ലല്ല, വേറെ ഏതെങ്കിലും ഒരു പാട്ട് രണ്ടുപേര് ആർക്കെങ്കിലും പാടാൻ പറ്റുമോ? ഏതാ? ഏതെങ്കിലും ഒരു പാട്ട് രണ്ടുപേര് ഈ പടത്തിലായാലും ഏത് പടത്തിലായാലും അത് കൃഷ്ണൻ പാടും. കൃഷ്ണൻ നന്നായി പാട്ട് പാടും. അതെ അതെ. ഞാൻ കേട്ടിട്ടുണ്ട് കവിത. ഞാനല്ല, കൃഷ്ണേന്ദ്രൻ ചേട്ടനാണ്. അതെ, അത് പേര് മാറിയതാണ്. കൃഷ്ണന്ന് മാത്രമേ കിടപ്പുണ്ടെന്നേ. മോഹൻ സിത്താര വരും കുറച്ച്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പടം പുതിയ ജനറേഷൻ ആയാലും പഴയ ജനറേഷൻ കാണണം. കാരണം നമുക്ക് അന്യമായ ആ ഒരു പഴയ കാലത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം ശങ്കരേട്ടനെ പോലെ അല്ലെങ്കിൽ സതീഷിനെ പോലെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഇതിനു വേണ്ടി ശ്രമിച്ചത് ഇങ്ങനൊരു സംഭവം വെളിയിൽ കൊണ്ടുവരുവാൻ, പ്രേക്ഷകർക്ക് കാണുവാൻ ഉള്ളൊരു അവസരമാണ്. അത് തീർച്ചയായിട്ടും കാണുക. കണ്ടു കഴിഞ്ഞ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. കാരണം അതാ ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ സുരേഷ് ഇപ്പോൾ വന്നിട്ടില്ലേ, പുള്ളി ലണ്ടനിലാണ്. പുള്ളിക്ക് ഒരു അത്യാവശ്യം കൊണ്ട് എത്താൻ സാധിച്ചിട്ടില്ല. പുള്ളി ഇന്ന് വരേണ്ടതായിരുന്നു, ഇന്നലെ വരേണ്ടതായിരുന്നു. അത് എന്തോ കുറച്ച് ഡിലേ വന്നത്, ഹോസ്പിറ്റൽ കേസും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥയാണ്, അദ്ദേഹം തന്നെയാണ് ഇത് സംവിധാനം ചെയ്തത്. അത് ഒരു ഫസ്റ്റ് ഫിലിം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാവരുടെയും ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ സിനിമ വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. അതുമാത്രമല്ല, ഈ സിനിമ കണ്ടിട്ട് ഒരു ഇൻ്റർനാഷണൽ സിനിമ ചെയ്യുകയാണ്. അതായത് ഇംഗ്ലീഷും ഹിന്ദിയും കൂടി ചേർന്നിട്ട് മനോജ് ബാജ്പേയി അഭിനയിക്കുന്ന ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു. പുള്ളി എന്നെ സുരേഷാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ ഇന്നും നമ്മുടെ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ സുരേഷിൻ്റെ കോൾ വരാം ഫസ്റ്റ്. അപ്പോൾ ആരാധന എനിക്കറിയില്ലല്ലോ. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ഇത് പറയാണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോവാണ്. അപ്പം ഇത്ര ഏജുള്ള ക്യാരക്ടറാണ്. ഞാൻ എന്നെയാണോ എനിക്ക് ഡൗട്ടായിരുന്നു. തന്നെയാണ്. അപ്പോൾ നിഷാശാരംഗല്ലേ? ഞാൻ പറഞ്ഞ അത് തന്നെ. അല്ല അപ്പൊ ഇത് എന്ത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നെ തന്നെയാണോ തന്നെയാണോ? അങ്ങനെ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഡൗട്ടും, ചിലപ്പോൾ ആൾക്കാർ കളിപ്പിക്കാൻ വിളിക്കുമല്ലോ, അങ്ങനെ ഇല്ലേ? അങ്ങനെ വല്ലോ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അല്ല അതാണ് നീ. അപ്പൊ ഇന്ന് ഞാൻ ആ അമ്പലത്തിൽ തന്നെ പോയിട്ടാണ് ഫസ്റ്റ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ കഥ പറയാൻ ഞാൻ അങ്ങോട്ടൊന്നും വരണില്ല, അറിയാൻ പറ്റില്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. വീട്ടിലേക്ക് വരണ്ട, നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾ എടപ്പള്ളി അമ്പലത്തിൽ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിലേക്ക് വരും. അവിടെയാണ് മീറ്റ് ചെയ്തത്. അവിടെ പ്രശാന്തും സുരേഷും കൂടെ അവിടെ വെച്ചിട്ടാണ് എന്നോട് കഥ പറയണേ. അങ്ങനെ അമ്പലത്തിൽ വെച്ച് കഥ പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് തന്നെ ഞാനിപ്പോഴും ഇങ്ങോട്ടും വരണേ. ആ സെയിം അമ്പലത്തിൽ സപ്പോർട്ട് വേണ്ടത് അപ്പൊ ദൈവത്തിന്റെ കിട്ടി, ബാക്കി പ്രേക്ഷകരുടെയാണ്. ഉറപ്പായിട്ടും കിട്ടും എന്ന് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഉപ്പുമുളകും ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോ? ഉപ്പുമുളകും ഫാമിലി മിസ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വീണ്ടും തുടങ്ങിയല്ലോ. ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റിംഗ് ആണ്. സീസൺ 3 തുടങ്ങി. ഇന്ന് ഫസ്റ്റ് എപ്പിസോഡ് ടെലികാസ്റ്റ്. കുറെ നാൾക്ക് ശേഷം വീണ്ടും ഫാമിലിയെ കണ്ടതിന്റെ ഒരു സന്തോഷം. എല്ലാവരും വലുതായി, കുട്ടികളൊക്കെ. പാർക്കുട്ടിയൊക്കെ വലുതായി. ഇപ്പൊ അതിനകത്ത് വേറെ കുട്ടികൾ വരുന്നുണ്ട്. പേരക്കുട്ടിയൊക്കെ ആയി. ലച്ചുവിന്റെ കുട്ടിയായി. പിന്നെ അതാണ് കുട്ടികളില്ലാതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ കുട്ടികളുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ചിലയിടത്തൊക്കെ കുറെ കുട്ടികളെ കിട്ടുന്നുണ്ട്. ഋഷി ഇനിയും ഈ ഉപ്പുമുളകിലേക്ക് തിരിച്ചു വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അറിയില്ല, അതെനിക്ക് അറിയില്ല. ഒരു വർഷത്തേക്ക് അയാൾക്ക് എവിടെയും പോയിക്കൂടാ. ഇപ്പൊ അവർക്ക് ഏഷ്യാനെറ്റ് എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു വർഷത്തേക്ക് അയാൾക്ക് എവിടെയും പോയിക്കൂടല്ലോ. എന്തായാലും മോനായിട്ട് അഭിനയിക്കണേ മുടിയൻ. അപ്പം മുടിയന് ഒരുപാട് നെഗറ്റീവ്സ് ബിഗ് ബോസിലൂടെ വന്നിട്ടുണ്ട്. ആണോ? അപ്പൊ
നെഗറ്റീവ്സ് അതുപോലെ പോസിറ്റീവ്സും ഉണ്ട്. അപ്പം വീണ്ടും തിരിച്ച് ഉപ്പുമുളകിലേക്ക് വരും എന്ന് വരാതിരിക്കാനും സാധ്യതയുണ്ട്, വരാനും സാധ്യതയുണ്ട്, റേറ്റിംഗ് കുറയാനും കൂടാനും സാധ്യതയുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അഭിനയിക്കണോ തിരിച്ചു പോകണ്ട. അവര് വിളിക്കുന്നതും വിളിക്കാത്തതും ഒക്കെ ചാനലിന്റെ തീരുമാനമാണ്. ശരിക്കും വിന്നറാവുമെന്ന് വിചാരിച്ചിരുന്നോ ഋഷി? ശരിക്കും അവൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അവൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എൻ്റെ അടുത്തും. അപ്പോൾ വീട്ടിൽ വന്ന് എൻ്റെ കാലിലൊക്കെ തൊട്ടൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പറഞ്ഞ് എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു പോയിട്ടു ആ 100 ദിവസം നിൽക്കണം എന്നുള്ളത് മസ്റ്റാണ്. പിന്നെ ഫസ്റ്റ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് അത് നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. പക്ഷെ എന്തായാലും ഫസ്റ്റ് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ വിട്ടു. 100 ദിവസം നിൽക്കണം, അത് ഉറപ്പാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് കിട്ടാത്തതിന്റെ കാരണം എന്തായിരിക്കും? അതൊന്നും എനിക്കറിയില്ല. ഇങ്ങനെ തന്നെയാണോ റിയൽ ലൈഫ്? നോർമലി അങ്ങനെ തന്നെയാണ് ആള്. അത് തന്നെയാണ് സ്വഭാവം, ഒരു മാറ്റമില്ല. ആളത് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ആ കാണിച്ചതൊക്കെ തന്നെയാണ് ആള്. ചേച്ചി ഒരു മോന്റെ കൺസേൺ അല്ലേ അതിനകത്ത് ഉപ്പുമുളകിൽ കണ്ടില്ലേ? ഈ സെയിം ക്യാരക്ടറല്ലേ ഉപ്പുമുളകിലും കാണിക്കുന്നത്. അത് തന്നെയാണ് അവൻ അങ്ങനെ ആയതുകൊണ്ടാണ് ആ ക്യാരക്ടർ അങ്ങനെ എഴുതിയത്. ചേച്ചി ബിഗ് ബോസ് കാണാറില്ലേ? ഞാൻ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. വല്ലപ്പോഴും കുട്ടികൾ ഇങ്ങനെ അതേ മുടിയനെ കാണിക്കണമെന്ന് പറയുമ്പോൾ കിച്ചണിൽ നിന്ന് ഓടി വന്ന് എത്തി നോക്കിയിട്ട് ഓടി പോകും. അത്രയുള്ളൂ. എപ്പോഴും കാണാൻ പറ്റാറില്ലല്ലോ, നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവില്ലല്ലോ. എപ്പോഴെങ്കിലും അതിൽ കാണിച്ച ഒരു സ്വഭാവം ഉപദേശിക്കണമെന്ന് തോന്നി, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു മൂമെന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അതന്നെയല്ലേ സ്വഭാവം. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 9 വർഷമായി ഉപ്പുമുളകം തുടങ്ങിയിട്ട് 9 വർഷമായി. ഈ 9 വർഷം കൊണ്ട് പറയുന്ന കാര്യം ഇനിയും പോയി പറയാൻ പറ്റില്ലല്ലോ. അതുപോലെ ഹേമന്തിലേക്ക് വരുമ്പോ ബിഗ് ബോസ് കാണാറുണ്ടോ? അല്ല, നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ ഒരു ഇതാണല്ലോ. എന്താ അഭിപ്രായം? ബിഗ് ബോസ് ഒരു TV ഷോ അല്ല. ലൈക്ക് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല. അവിടുത്തെ അവരുടെ റിയൽ ലൈഫ് കാണിക്കുന്നതാണ്. ശരിക്കും ജനനൊക്കെ ജയിക്കും എന്നുള്ള എൻ്റെ ഒരു കൺസെപ്റ്റ്. ഈ സിനിമയിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു? അഭിനയത്തിലേക്ക് വന്നത് കുറെ മുമ്പാണ്. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് മൂവി ഡയറക്ടർ ഫാസ്റ്റാറാണ്. ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് സുന്ദരനായ ഒരു പയ്യൻ ഒരാൾ ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ എന്താ ചെയ്യുന്നത്? സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം മനസ്സിലായില്ലേ? സിനിമയിൽ അഭിനയിക്കാൻ പറഞ്ഞ പോലെ എന്നെ തന്നെയാണോ? എൻ്റെ അടുത്ത് ഈ അടുത്താണല്ലോ ഈ കഥ പറഞ്ഞത്. അപ്പോൾ സംവിധാനം പക്ഷെ നമ്മളൊക്കെ എത്ര ട്രെയിൻ യാത്ര ചെയ്യുന്നത് ഒരാള് ഉള്ളത് ഫുള്ള് ബംഗാളികളായിരിക്കും. സത്യം ഒരാളെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ആയിരിക്കും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഈ പടം എന്ന് പറയുന്നത് ഒരു ചേഞ്ചാണ്. കാരണം ഇതുവരെ നമ്മൾ ഈ പയ്യൻ വേഷങ്ങളും കുറച്ച് നാളായി അങ്ങനത്തെ വേഷം പയ്യൻ പയ്യൻ അല്ലെങ്കിൽ പയ്യൻ വേഷം ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിൽ നിന്നൊരു ചേഞ്ചാണ്. ഫേസിൽ ഇപ്പോൾ ഒരു പയ്യൻ കിടക്കണ്ടല്ലേ. അപ്പം എഴുത്താശാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആശാട്ടിയുടെ കൂടെയുള്ള ഒരു ആശാനാണല്ലോ. അപ്പോൾ അത് എനിക്ക് ഈ പടം തരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതുപോലത്തെ ഒരു ക്യാരക്ടറാണ്. കാരണം ക്യാരക്ടർ വേഷം ചെയ്യാനാണ് എനിക്ക് ഇനിയിപ്പോൾ താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു തുടക്കം 1-2 പടങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് അതിന് കുറച്ചുകൂടെ മുതൽക്കൂട്ടാവുന്നതാണ് എൻ്റെ വിഷയം. ചേട്ടൻ ആദ്യം ഒരു കർഷകനായിരുന്നു. അതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ജയസൂര്യ വരെ ഇടപെട്ട് ഒരു നല്ലൊരു വിവാദമൊക്കെ ഉണ്ടായതാണ്. പിന്നെ ഈ കാലത്ത് വരുമ്പോൾ ഈ കൃഷി എന്നൊക്കെ പറയുന്നത് പൊതുവെ കാണാനില്ലാത്തൊരു കാര്യമാണ്. അതിന് എന്ത് ചേഞ്ചാണ് അല്ലെങ്കിൽ എന്ത് മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് കൃഷിയിൽ? പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ലേബേഴ്സ് ഇല്ല. ഇപ്പം മുമ്പേ പറഞ്ഞില്ലേ ബംഗാളികളാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ തൊഴിലാളികൾ നമ്മുടെ ഇതിലുള്ള ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ഏതാണ്ട് 3 ഇരട്ടി ചിലവാണ് ഇവിടെ എല്ലാ കാര്യത്തിലും. അത് തന്നെ കൃഷിയിലുമുണ്ട്. എന്നാൽ അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് ഇല്ലതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞങ്ങളൊക്കെ ഇങ്ങനെ പിൻവാങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം മറ്റുള്ള സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പോലെ ഈ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വേദനയോടെ പറയുന്നത് ഒരു കൃഷി വകുപ്പ് മന്ത്രിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അഡ്വൈസ് എന്തായിരിക്കും നമുക്ക് ഇക്കാലത്തും കൃഷി? ഞാൻ എന്ത് പറയാനാണ്? കാരണം അദ്ദേഹം കൃഷിയെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ഒരാൾ കൃഷിമന്ത്രി ആകുമ്പോൾ അദ്ദേഹം ഉചിതമായ തീരുമാനം കർഷകർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാം. പക്ഷെ കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ ഈ ഒരു കൃഷി എന്ന് പറയുന്ന കാര്യം അന്യം നിന്ന് പോകും. തീർച്ചയായും. ഇപ്പോൾ 6 ലക്ഷം പേരുണ്ടായിരുന്നു, ഇപ്പോൾ 1.25 ലക്ഷം പേരായി.
ഓരോ വർഷവും 25,000 30,000 പേര് വെച്ച് കുറയും. യുകെയിലൊക്കെ കൃഷി അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ 2 പേര് മാത്രമാണ് കൃഷി ചെയ്യുന്നത്. അതിനുള്ള എല്ലാ മെഷീനറീസും അവിടെ ഉണ്ട്. അവരതിൽ കയറി ഇരുന്ന് ഒരു കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ ഒരു പ്രോബ്ലം ഇല്ല, ലേബർ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ നാട് അങ്ങനെയല്ല. ഇപ്പം ഈ കൃഷിയുടെ മാത്രമല്ലല്ലോ, ഇവിടെ എവിടെ ചെന്നാലും ബംഗാളികളും നേപ്പാളീസും അല്ലെങ്കിൽ മലയാളികൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന പഠിച്ചുകൊണ്ടിരിക്കുക. ബിക്കോസ് അല്ലെങ്കിൽ പണ്ട് തമിഴ് പഠിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ അതല്ല. ഒന്നി അവര് മലയാളം പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഹിന്ദി പഠിക്കണം. അവർക്ക് നന്നായിട്ട് മലയാളം അറിയാം, നമ്മളെക്കാളും നന്നായിട്ട് അവര് മലയാളം സംസാരിക്കും. തീർച്ചയായും. അപ്പോൾ എല്ലാത്തിനും സന്തോഷം. നിങ്ങളുടെയൊക്കെ ഒരു പ്രോത്സാഹനം, നിങ്ങളുടെയൊക്കെ ഒരു ഹെൽപ്പും സപ്പോർട്ടും ആവശ്യമാണ്. ഇത്തരം സിനിമകൾ വിജയിക്കണം, നന്നായിട്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ എഴുത്തോല എന്ന് പറയുന്ന ഫിലിം ഇനിയും യങ്സ്റ്റേഴ്സിൽ എത്തണം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാവണം. അപ്പം എല്ലാവരും ഈ ഫിലിം പോയി കാണണം. ഇത്രയും നേരം നമ്മളുടെ കൂടെ നിന്ന് ഇത്രയും സംസാരിച്ചതിന് 4 പേർക്ക് ഒരുപാട് താങ്ക്സ്. എന്തായാലും ഈ സിനിമ വൻ വിജയമാകാൻ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ പ്രേക്ഷകരുടെ സപ്പോർട്ടും ഉറപ്പായിട്ടും കാണാൻ. താങ്ക് യു സോ മച്ച്. പ്രാർത്ഥന മാത്രം പോരാ, നിങ്ങളും മാക്സിമം നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. ഉറപ്പായിട്ടും അല്ല, ശരിക്കും നിങ്ങളാണ് ചെയ്യേണ്ടത് അല്ലേ കൂടുതലും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതിലിപ്പോ എന്താ പറയാ, വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നുമില്ല, വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾ അല്ല. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇങ്ങനത്തെ നമ്മളിപ്പോ എല്ലാം അങ്ങനെ വിജയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള പടങ്ങൾക്കും സപ്പോർട്ട് ചെയ്യണം എന്നാ പറഞ്ഞത്. ഉറപ്പായിട്ട് സപ്പോർട്ട്. എന്തായാലും സിനിമ വൻ വിജയമായി തീരും, ഉറപ്പാണ്. ആ സമയത്ത് കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.